KPCC വൈസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന റോസമ്മ ചാക്കോ 3 തവണയാണ് നിയമസഭാംഗമായത്. ഓരോ തവണയും ഓരോ മണ്ഡലത്തിൽ നിന്നായിരുന്നു റോസമ്മയുടെ ജയം. എന്നാൽ ആദ്യ തെരഞ്ഞെടുപ്പ് ജയത്തിന് പകിട്ടേറെയായിരുന്നു. ആയിരത്തി 1986 തങ്കമണി വെടിവെപ്പിനെ തുടർന്ന് ഇടുക്കിയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം കലുഷിതമായിരുന്നു. 1987 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തങ്കമണി ഉൾപ്പെടുന്ന ഇടുക്കി മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് കേരളം ഉറ്റുനോക്കുന്ന സമയം. കേരള കോൺഗ്രസും പിന്നീട് തുടർച്ചയായ കോൺഗ്രസും ജയിച്ചു നിൽക്കുന്ന മണ്ഡലം. എന്നാൽ തുടർച്ചയായ 2 തവണയും ജയിച്ച് MLA ആയ ജോസ് കുറ്റ്യാനും മത്സരിക്കാനില്ലെന്നറിയിച്ച് പിന്മാറി. തിരിച്ചടി ഭയന്ന് ആരും മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നില്ല. ഇതോടെ മണ്ഡലം ഇടതുപക്ഷം സ്വന്തമാക്കുമെന്ന് വിലയിരുത്തലുകൾ വന്നു. എന്നാൽ K കരുണാകരൻ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതായിരുന്നു റോസമ്മ ചാക്കോ. ഇടുക്കിയിലെ കോൺഗ്രസ് നേതാക്കൾ പോലും ഞെട്ടിപ്പോയ പ്രഖ്യാപനം. KPCC വൈസ് പ്രസിഡന്റും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമൊക്കെ പ്രവർത്തിച്ച അനുഭവമായ റോസമ്മ ഇടുക്കിക്ക് വണ്ടി കയറി. പരിഭവിച്ചും സംശയിച്ചും നിന്നവരെ ഒപ്പം കൂട്ടി പ്രവർത്തനം ആരംഭിച്ചു. വാശിയും വീറും നിറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ എതിരാളി VP സുലൈമാൻ റാവുത്തറെ 1570 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി റോസമ്മ ഇടുക്കിയിൽ വിജയക്കൊടി നാട്ടി. 1991 ഇടുക്കിയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് മാറിയപ്പോഴും ജയം ഒപ്പം നിന്നു. ജനതാദളിന്റെ ജോസ് പൈനാടത്തിനെ 6740 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് റോസമ്മ 2ാം തവണ സഭയിലെത്തിയത്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ നിന്നാണ് ജനവിധി തേടിയത്. ഇടതു സ്വതന്ത്രനായി മത്സരിച്ച CG ശാന്തകുമാറിനെ 1132 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് തുടർച്ചയായ 3ാം തവണ റോസമ്മ നിയമസഭയിലെത്തിയത്.